തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലിപ്പ് ലൈനേഴ്സാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് മാസിൻ്റെ എഡ്ജ് ഓഫ് ഡിസയർ സ്കാൻഡലസ് ബ്രൗൺ, പിന്നെ ഒരു ഷെയ്ഡ് കൂടെ ഉണ്ട് ലിപ്പ് ലൈനറിൻ്റെ, അതായത് ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞു. അപ്പം ഈ 2 ലിപ്പ് ലൈനേഴ്സാണ് ഞാൻ ഏറ്റവും കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ ജസ്റ്റ് ഹാൻഡ് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഒരു ചെറിയ ഡാർക്ക് മ്യൂട്ടഡ് റെഡ് വിത്ത് ഒരു ചെറിയ ബ്രൗണും ടിഞ്ച് ഓഫ് പിങ്ക് കളറും ഒക്കെ വരുന്ന. അപ്പോൾ ഇതാണ് സ്കാൻഡലസ്, തലയും കുത്തിയാണ് പിടിച്ചേക്കുന്നത്, സോറി, സ്കാൻഡലസ് ബ്രൗൺ. അപ്പോൾ ഇത് 04 ആണ്. ഇതിൻ്റെ ഷെയ്ഡ് കാണിച്ചു തരാം. ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യുമ്പം വലിയ ഡിഫറൻസ് ഒന്നും തോന്നത്തില്ല, പക്ഷേ ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ കാണുമ്പോൾ ഏകദേശം 2 ഒരേ കളർ പോലെ ഇരിക്കുന്ന പോലെ തോന്നും, പക്ഷേ അല്ല, ഇതിന് ബ്രൗൺ ടോൺ കൂടുതലാണ് ഈ ലിപ്പ് ലൈനറിന്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന 2 ലിപ്പ് ലൈനേഴ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്കിൽ തുടങ്ങാം. ആദ്യം ഞാൻ കാണിക്കുന്നത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സെഫോറയുടെ ഷെയ്ഡ് നമ്പർ 25 ആണ്. ഇത് ക്രീം ലിപ് സ്റ്റെയിൻ ഫോമുലയാണ്. നല്ല കംഫർട്ടബിളാണ്, മാറ്റ് ഫിനിഷാണ്. നമുക്കൊരു ബോൾഡ് ലിപ്സ്റ്റിക്കും വേണം, പക്ഷേ നമ്മുടെ സ്കിൻ ടോണിനൊക്കെ സ്യൂട്ടാവുന്ന, എന്നാൽ ലിപ്സ്റ്റിക്ക് തന്നെ എടുത്ത് നിൽക്കുന്ന പോലെയല്ല, നമ്മുടെ ഒരു ഓവറോൾ ഒരു ലുക്കിനെ എൻഹാൻസ് ചെയ്യുന്ന പോലത്തെ ലിപ്സ്റ്റിക്കാണിത്. അപ്പം ഇതിൻ്റെ ഷെയ്ഡ് കണ്ടോ, ഒരു നല്ലൊരു ഡാർക്ക് മ്യൂട്ടഡ് റെഡ് വിത്ത് ഓറഞ്ചും ബ്രൗണും മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ സെഫോറ ലിപ് സ്റ്റെയിൻ ഷെയ്ഡ് നമ്പർ 25. നെക്സ്റ്റ് എൻ്റെ കളക്ഷനിലുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഒരു ബോൾഡ് ഷെയ്ഡാണ്. ഇത് നമ്മുടെ ഇൻഫാലിബിൾ മാറ്റ് റേഞ്ച് വരുന്ന ഒരു ക്ലാസിക് റെഡ് ഷെയ്ഡാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു പ്രത്യേകിച്ചും വെയർ ചെയ്യുന്നത് ഒരു ഒക്കേഷനോ എന്തെങ്കിലും ആയിരിക്കും മാത്രം. അങ്ങനെ ഒരു ഡെയിലി വെയർ ഷെയ്ഡല്ല ഇതെനിക്ക്, കാരണം ഞാൻ റെഡ്സ് യൂഷ്വലി ഡെയിലി വെയർസ്, അതും ബ്രൈറ്റ് റെഡ്സ് ഡെയിലി വെയറിന് ഞാൻ യൂഷ്വലി പ്രിഫർ ചെയ്യത്തില്ല. സോ ഇത് ജസ്റ്റ് ഒരു റെഡ് ലിപ്സ്റ്റിക് നമുക്ക് നമ്മുടെ ഒരു കളക്ഷനിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഷെയ്ഡൊന്ന് ട്രൈ ചെയ്യണം. ഇതിൻ്റെ കളർ കണ്ടില്ലേ, നല്ല പിഗ്മെൻറ്റഡ് മാറ്റ് ലിപ്സ്റ്റിക്കാണിത്. ഇതിൻ്റെ ഒരു ഹാൻഡ് സ്വാച്ച് കാണിക്കട്ടെ. നല്ല പിഗ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത്ര റിച്ചായിട്ട് റെഡ് കളർ തരുന്ന ലോങ് ലാസ്റ്റിക് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ അത് ഈ ലോറിയൽ പാരീസിൻ്റെ ഇൻഫാലിബിൾ മാറ്റ് റേഞ്ചിലുള്ള ലറൂഷ് പാരീസ് എന്ന് പറഞ്ഞ ഷെയ്ഡായ ഈ ലിപ്സ്റ്റിക് ആയിരിക്കും. ഇത് ഞാൻ ഒരു ലിപ്പ് ലൈനറിൻ്റെ കൂടെ പെയർ ചെയ്താണ് ഇടാറ്. കാരണം ഇത് തന്നെ ഇടുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ഓൺ യുവർ ഫേസ് ലുക്ക്, അതായത് ലിപ്സ്റ്റിക്ക് മുഖത്തങ്ങ് അടിച്ച് നിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ അങ്ങനെ ഇടുന്നത് കുഴപ്പമൊന്നുമില്ല. എനിക്ക് യൂഷ്വലി ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് അതൊന്ന് ഒരു സ്വല്പം ഒന്ന് മ്യൂട്ട് ഡൗൺ ചെയ്തിട്ട് ഇടുന്നതാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന മാസിൻ്റെ ഈ ബ്രൗൺ ലിപ്പ് ലൈനർ ഉണ്ടല്ലോ, സ്കാൻഡലസ് ബ്രൗൺ, ഇത് വെച്ചിട്ടായിരിക്കും ഞാൻ ഈ ലിപ്സ്റ്റിക്ക് കൂടുതലും വെയർ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെയും ഒരു ഡെമോ കാണിക്കാം. നമ്മുടെ ലിപ്പ് ലൈൻ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ
ലിപ്സ്റ്റിക്കും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി, കാരണം ഇത് ഭയങ്കര കളറാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലോവർ ലിപ്പ് ഡാപ്പ് ചെയ്തിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ബ്രൈറ്റ് റെഡ് ഷെയ്ഡ്. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ. അത് നമ്മുടെ ലിപ്സിൽ ഇട്ടിട്ടുണ്ടെന്നേ അറിയത്തില്ല. ഭയങ്കര ഒരു കംഫർട്ടബിൾ മാറ്റ് ലിപ്സ്റ്റിക്. ഇതൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ റെഡ് ഷെയ്ഡാണ്. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് സ്യൂട്ടാവുന്ന ഒരു റെഡ് ലിപ്സ്റ്റിക്കാണിത്. ഓക്കെ, ഇതാണ് എൻ്റെ കളക്ഷനിലെ ഇത് ക്ലാസിക് റെഡ്. കണ്ടോ എന്ത് പിഗ്മെൻറ്റഡാണ്. ലിപ്സിൽ നിന്ന് പോകാൻ കുറച്ച് കഷ്ടപ്പെടും. ഇത് നമുക്കൊരു 5+ hours ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ്. ലൈറ്റായിട്ട് കഴിക്കുകയും കുടിക്കുകയും ചെയ്താലും ചുണ്ടേ കാണും. അപ്പോൾ എൻ്റെ കളക്ഷനിലെ ബോൾഡ് ലിപ്സ്റ്റിക്സ് ഇത് രണ്ടുമാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ലിപ്സ്റ്റിക്സാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരെണ്ണം റെവലോണിൻ്റെ ഗ്ലാസ് ഷൈൻ, അതായത് സൂപ്പർ ലസ്ട്രസ് ഷൈൻ 800 റം റേസിൻ. ഇത് നമുക്കൊരു ഡെയിലി വെയർ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അതായത് ഗ്ലോസി ഫിനിഷ് ഇഷ്ടപ്പെടുന്നവർക്ക് ഡെയിലി വെയർ ആയിട്ട് ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാനായിട്ട് പറ്റിയൊരു ഓപ്ഷനാണ് റം റേസിൻ. അപ്പോൾ ഇതിൻ്റെ സ്വാച്ചും കൂടെ നോക്കാം. ഇതൊരു ബ്യൂട്ടിഫുൾ, കണ്ടോ ഈ കളർ കണ്ടോ, ഒരു മ്യൂട്ടഡ് പിങ്ക്, അതൊരു ഡാർക്ക് പിങ്ക് വിത്ത് ലോട്ട്സ് ഓഫ് ബ്രൗൺസ്. ഓക്കെ, നല്ല ക്യാരമലിൻ്റെ ഒരു സ്മെല്ലാണിതിന്, നല്ല മണമാണ് ഇതിന്. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് നമുക്കൊന്ന് ഹാൻഡ് സ്വാച്ച് ചെയ്ത് കാണിച്ചിട്ട് പിന്നെ ലിപ്സ് വാച്ച് ചെയ്യാം. എന്ത് സ്മൂത്ത് ബട്ടർ പോലെയാണ് ഇത് പോകുന്നത്. ആഹാ, ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യുന്ന പോലെയാണ്. എനിക്ക് ഈ ലിപ്സ്റ്റിക് എപ്പോഴും ഇടുമ്പോഴൊരു ഭയങ്കര പ്രത്യേക ഒരു ഫീലിംഗ് കേട്ടോ. കാരണം യൂഷ്വലി കളക്ഷനിലുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്കും ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും ഉണ്ടെങ്കിലും ഈ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നല്ലൊരു സുഖമാണ് ലിപ്സിന്. എന്ത് രസമായിട്ടത്. ഓക്കെ, ഒരു ലിപ് ബാം ഇട്ട പോലില്ലേ, പക്ഷെ ഇത് ലിപ്സ്റ്റിക്കാണ് ഗൈസ്, ഇത് ലിപ്സ്റ്റിക്കാണ്. ആഹാ, ചുണ്ടിൽ ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം അപ്ലൈ ചെയ്യാൻ തോന്നും. അതുപോലത്തെ കിടിലൻ ഫോർമുലേഷനാണ്. ബട്ട് അയ്യോ ആക്രാന്തം മുത്തതാണ്. അപ്പം കിടിലൻ ഫോർമുലേഷനാണ്, പക്ഷേ ലോങ് ലാസ്റ്റിംഗ് അല്ല. ഇതാ ഇതിൻ്റെ കളർ കണ്ടോ, നല്ലൊരു ന്യൂഡ് ഷെയ്ഡ്. ഒരു ഡെയിലി വെയർ ലിപ്സ്റ്റിക് കോളേജ് ഗോയിങ് ഗേൾസ്, ഓഫീസ് ഗോയിങ് ഗേൾസ്, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇടാം. ഏത് പാതിരാത്രിയിലാണെങ്കിൽ ഇടാം. ചുണ്ടിന് ഒരു കുഴപ്പം വരത്തില്ല. കണ്ടില്ലേ എന്താ ഗ്ലോ. ഇപ്പോൾ ഗ്ലോസി ലിപ്സും ട്രെൻഡാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ലിപ്സ്റ്റിക് മസ്റ്റ് ബൈ ആക്കാം. ഷെയ്ഡ് വന്നിട്ട് റം റേസിൻ. ഇത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും, കാരണം ഇത് അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ലാത്തതുകൊണ്ട്. And that's it. No stain, not lasting, but hydrates your lips. അപ്പോൾ ബുള്ളറ്റ് ലിപ്സ്റ്റിക് നമ്പർ 2. ഈ സംഭവം എൻ്റെ കളക്ഷൻ ഇല്ലാഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഷോപ്പിൽ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചാണ്. ഇത് ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് പോലും അറിയത്തില്ല എനിക്ക് ഈ ലിപ്സ്റ്റിക് എൻ്റെ കളക്ഷനിലുണ്ടെന്ന്. എന്തായാലും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ അല്ലേ. അയ്യോ, ലിപ്സ്റ്റിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നുപോയി. ഇതാണ് നമ്മുടെ ലോറിയൽ പാരിസിൻ്റെ ഇൻറ്റൻസ് വോള്യൂം മാറ്റ് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഇൻ ദ ഷെയ്ഡ് 482 Le Mauve Indomitable.
എന്തോന്നോ ഒരു പേര് 482. ഡെലിവർ ലിപ്സ്റ്റിക്സിൽ ഒരു പിങ്ക് കളക്ഷൻ എനിക്ക് വേണം. പക്ഷേ നമുക്ക് ഈ പിങ്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. ഇത് എൻ്റെ വട്ടിന് ഞാനത് ഇങ്ങനെ ഈ കളറുണ്ടോ, ഇതിൻ്റെ പുറത്ത് ഈ പാക്കേജിലുള്ള കളർ കണ്ടിട്ട് ഞാൻ അങ്ങ് എടുത്തു. കാരണം ഇതിന് ടെസ്റ്ററൊന്നും ഇല്ലായിരുന്നു അവിടെ. പക്ഷേ എനിക്ക് ഈ ഷെയ്ഡിലൊരു എന്തെങ്കിലും ഒരു പിങ്ക് ടോണിലുള്ളത് വേണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഓൾറെഡി റെഡ് ഉണ്ട്, ഡാർക്ക് ഷെയ്ഡ്സ് വേറെ ഉണ്ട്. അപ്പോൾ ഒരു മോവ് ഷെയ്ഡ് ട്രൈ ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് കാണിച്ചു തരാം എന്താ ചെയ്യുന്നത്. ഇതുണ്ടല്ലോ, ഇതിൻ്റെ എംബ്ലമൊക്കെ കൊടുത്തിട്ടുണ്ട് ലിപ്സ്റ്റിക്കിൽ. കണ്ടോ നിങ്ങൾ? ഇത് ഭയങ്കര ലക്ഷറി വൈബ് തരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ കോമഡി ഞാൻ കാണിച്ചു തരാം. എന്താ ഇത്? നല്ല വൈറ്റ് വാഷ് അടിച്ച പോലത്തെ ഒരു എഫക്റ്റ്. അതായത് എൻ്റെ സ്കിൻ ടോണിനെക്കാട്ടും ബ്രൈറ്റ് ആയിട്ടുള്ളവർക്കാണ് ഈ ലിപ്സ്റ്റിക്ക് ചിലപ്പോൾ ഒന്നുകൂടെ ചേരുന്നത്. ഒരു കൂൾ പിങ്ക് ആണെന്ന് തോന്നുന്നു, ഒരു കൂൾ മോവ്. കണ്ടോ? അപ്പം ഇതിനെ നമുക്ക് കുറച്ചുകൂടെ വേറബിൾ ആക്കണം, അല്ലെങ്കിൽ നല്ല കോമാളി ലുക്കായി പോകും. സോ ഇത് നമുക്കൊരു ലിപ്പ് ലൈനറായിട്ട് സെറ്റ് ചെയ്യാം. അപ്പം എൻ്റെ ഓഫ് കോഴ്സ് ലിപ്പ് ലൈനറിൽ ഒരെണ്ണം സ്കാൻഡലസ് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലഡ് ബാത്ത്, ഏത് വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാം. ഇത് പിങ്ക് ലിപ്സ്റ്റിക്കാണ്, ഇതിന് കൂടുതലും സ്യൂട്ട് ആവുന്നത് ബ്രൗൺ ലിപ്പ് ലൈനറായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ബ്രൗൺ പിങ്ക് മിക്സ്ചർ നമുക്ക് കിട്ടും. ഒന്ന് നോക്കാം ലിപ്പ് ലൈനർ ഇട്ടിട്ട് ഇത് സെറ്റ് ആവുമെന്ന്. ചില സമയത്ത് ഇതെനിക്ക് ഇഷ്ടപ്പെടും, പക്ഷേ എന്താണെന്നറിയില്ല, മേക്കപ്പ് ഒക്കെ ഇട്ട് ചെയ്യുമ്പോൾ ഒരു കോമാളി ലുക്കായി പോകും. അതുകൊണ്ട് നമുക്ക് ലിപ്പ് ലൈനർ ഇട്ട ലുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ബ്രൗൺ ലിപ്പ് ലൈനർ എടുത്ത് ലൈൻ ചെയ്യാം. ഓക്കെ, എന്താ ശ്രദ്ധ. ഇനി നമുക്ക് ഈ ഫ്ലോപ്പായ ഈ ഷെയ്ഡ് നമുക്ക് സൂപ്പറാക്കാൻ നോക്കാം. അപ്പം ഇങ്ങനത്തെ ഷെയ്ഡ് കിട്ടുമ്പോൾ നമ്മളാദ്യം ചെയ്യേണ്ടത് ഒരു ലിപ്പ് ലൈനർ മസ്റ്റായിട്ട് കയ്യിൽ കരുതുക. എന്നിട്ട് അത് നമ്മുടെ ലിപ്പിൽ ഔട്ട്ലൈൻ ചെയ്തിട്ട് കുറച്ച് ഡാർക്ക് ആക്കുക കോർണേഴ്സൊക്കെ. എന്നിട്ട് ഈ ലിപ്സ്റ്റിക്ക് നമ്മളുണ്ടല്ലോ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതിന് പകരം ഡാബ് ചെയ്ത് കൊടുക്കുക. അതാണ് ട്രിക്ക്. അപ്പം നോക്കാം. കണ്ടോ ഗൈസ്, ഇപ്പോൾ ഒരു മെനയുള്ള പിങ്കായില്ലേ? അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഇങ്ങനത്തെ ചേരാത്ത കളറുള്ളപ്പോൾ അബദ്ധവശാൽ ടെസ്റ്റ് ചെയ്യാതെ ആഗ്രഹം കൊണ്ട് വാങ്ങിക്കുന്ന ചില ലിപ്സ്റ്റിക്സൊക്കെ ഇങ്ങനെ പണി തരുമ്പോൾ നമ്മളൊരു ലിപ്പ് ലൈനർ വാങ്ങിക്കുക, ലൈഫ് ഈസിയാക്കുക. സോ ഓൾവേസ് ഹാവ് എ ബ്രൗൺ ലിപ്പ് ലൈനർ ഇൻ യുവർ കളക്ഷൻ. അപ്പം ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഒരു എവറി ഡേ വെയറബിൾ പിങ്ക് ഷെയ്ഡായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനമുണ്ട്, പൈസ പോയില്ല എന്ന് കരുതി. മതി. ഇനി നമുക്ക് അടുത്ത ലിപ്സ്റ്റിക്ക് കാണിക്കാം. ഇനി നമുക്ക് അടുത്ത ട്രൈ ചെയ്യാൻ പോകുന്ന ലൈറ്റൊക്കെ ചെറുതായിട്ടൊന്ന് പോയി തുടങ്ങി. അതിന് മുമ്പ് നമുക്ക് വേഗം വീഡിയോ എടുത്ത് തീർക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്സും കണ്ടു. ഇനി നമുക്ക് നമ്മുടെ ലിപ്പ് ഓയിൽ കാണാം. അപ്പോൾ എനിക്ക് ലിപ്പ് ഓയിൽ കളക്ഷനൊന്നുമില്ല, ആകെ ഒരു ലിപ്പ് ഓയിലേ ഉള്ളൂ.
ഇത് ആക്ച്വലി എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. അവൾക്ക് ഈ ഷെയ്ഡ് ഇഷ്ടമായില്ലാഞ്ഞിട്ട് എനിക്ക് തന്നതാണ്. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതും ഒരു മോവിഷ് പിങ്കാണ്. സമ്മർ ഫ്രൈഡേയ്സിൻ്റെ ഒരു ലിപ്പ് ഓയിൽ. ഇത് നല്ല നല്ല എന്താ പറയുക, നല്ല പിഗ്മെൻറ്റഡ്, കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ളൊരു ആപ്ലിക്കേറ്ററാണ്. ഇത്രയും വേണ്ട, നമ്മൾ പൈസ കളയരുത് ഗൈസ്, സേവ് ചെയ്യണം. കണ്ടില്ലേ, ആഹാ, ഓഹ്, ഗീ തടവിയതുപോലെ. ഓക്കെ, ആ ലിപ്സിന് ഒന്ന് ചെറിയൊരു പിങ്ക് ടോൺ കൊടുത്ത് ഒരു ഹൈഡ്രേറ്റഡ് ലുക്ക് വന്നു. സി, ഇത് നമുക്ക് ഒരു ലിപ്പ് ലൈനറിൻ്റെ കൂടെ പെയർ ചെയ്താലും അടിപൊളിയാണ്. പിന്നെയും ഉണ്ട് ഗൈസ് എനിക്കൊരു സാധനം, എന്താണോ, എൽഫിൻ്റെ എന്തായിരുന്നു സംഭവം, ലിപ്പ് പ്ലംപിംഗ് പെൻ. ഈ പിങ്ക് ലിപ്സ്റ്റിക്സ് എനിക്ക് എല്ലാം സ്യൂട്ടാകത്തില്ല, പക്ഷേ എനിക്ക് ഇഷ്ടമിടാൻ. അതുകൊണ്ട് ഞാൻ കുറേ പിങ്കൊക്കെ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാലും ഞാനത് വേറബിളാക്കും, അതാണ് എൻ്റെ കഴിവ് ഗൈസ്. എന്നിട്ട് പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ എൽഫിൻ്റെ പ്ലംപിംഗ് പെൻ. അപ്പോൾ ചുണ്ടുകളെ നന്നായിട്ട് പ്ലംപായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സീരീസ് അവർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് പിങ്കി ഔട്ട്, ഒരു കൂൾ പിങ്ക് തന്നെ പറയാം. അപ്പം സെയിം നമ്മളൊരു ആസ് യൂഷ്വൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ ഒരു ലിപ്പ് ലൈനർ എടുക്കുക, അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഈ ലിപ്പ് ഗ്ലോസ് ഇടുക. കണ്ണാടി ഇല്ലാതെ ക്യാമറ നോക്കി ലിപ്പ് ലൈൻ ചെയ്യുന്നുണ്ട്, കുറച്ച് മിസ്റ്റേക്കൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ ലിപ്പ് ലൈൻ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ലിപ്പ് ഗ്ലോസ് എടുക്കുക, ഹായ് ക്ലിക്ക് ചെയ്യുന്ന പെന്നാണ്. എന്നിട്ട് ഒരു മിഡിൽ പോർഷനിൽ നിന്ന് ചെയ്തെടുത്താൽ ഈ ലിപ്പ് പ്ലംപിംഗ് ഗ്ലോസിന് ചിലതിനൊക്കെ നല്ലൊരു ഒരു ടിംഗ്ലിങ് സെൻസേഷൻ ഉണ്ട്. ഇതിപ്പോൾ എല്ലാം ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. വലിയ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ സാധനം അടിപൊളി കേട്ടോ. ഒരു പ്ലംപി പൗട്ടി ലിപ്സ് കിട്ടണമെങ്കിൽ മസ്റ്റ് ട്രൈ ദ എൽഫ് പ്ലംപിംഗ് പെൻ. ഇതിൻ്റെ വേറെ കുറേ ഷെയ്ഡ്സ് ഉണ്ട്, ഡാർക്കർ ഷെയ്ഡ്സ് ഉണ്ട്. ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത്, പിങ്കി ഔട്ട്. അങ്ങനെ ഏകദേശം നമ്മളൊരു മുക്കാലും കഴിയാറായി സ്വാച്ചസിൻ്റെ. അയ്യോ, എൻ്റെ ലൈറ്റ് പോകാൻ തുടങ്ങി ഗൈസ്. ഇനി നമുക്ക് പെയിൻറ്റിങ് ആയിട്ടുള്ളത് ലിപ്പ് ബാം. കളറുള്ള ലിപ്പ് ബാം വേണം, പിങ്ക് കളറിൽ വേണം, മാറ്റ് ലുക്ക് തരണം, ലിപ്പിൻ്റെ ലൈൻസ് ബ്ലർ ചെയ്യണം, ഒരു ബ്ലഡ് പിങ്കി ലിപ്സ് വേണോ എങ്കിൽ ഞാനൊരു സജഷൻ പറയാം. നിക്സിൻ്റെ സ്മഷി മാറ്റ് ലിപ്പ് ബാം. ഓക്കെ, ഇതാണ് സംഭവം. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പിങ്ക് പാക്കേജാണിത്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ വാങ്ങിച്ചത് ഷീ ഈസ് സെർവിങ് ഗൈസ്, ഷീ ഈസ് സെർവിങ് യു ഓൾ ദ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ്. അപ്പോൾ ഷീ ഈസ് സെർവിങ്. ഓക്കെ, നമുക്ക് ഷോ നിർത്താം. ഷീ ഈസ് സെർവിങ് എന്ന് പറഞ്ഞ ഈ മാറ്റ് ലിപ് ബാം. ഓക്കെ, ലിപ് ബാം പൊതുവെ നമുക്കെപ്പോഴും ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഗ്ലോസി ഫിനിഷ് അല്ലേ നമ്മൾ കൂടുതലും കണ്ടേക്കുന്നത്. പക്ഷേ ഈ മാറ്റ് വേരിയൻറ്റിൽ നിക്സ് കോസ്മെറ്റിക്സ് ഇറക്കിയിരിക്കുന്ന ഒരു അടിപൊളി ഫോർമുലേഷനാണ്. ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമില്ല നിങ്ങൾക്ക്, എന്നാൽ നിങ്ങൾക്കൊരു മാറ്റ് ബ്ലഡ് ലിപ്പ് വേണം, അതിന് പറ്റിയൊരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കാണിച്ചിട്ട് എങ്ങനെയാണ്. ഇതൊരു നല്ലൊരു, ഇത് ഉപയോഗിച്ച് ഇതിൻ്റെ ഒരു മുക്കാലും ഞാൻ തീർത്തിട്ടുണ്ട്. കാരണം ചിലപ്പോൾ നമുക്ക് കാണത്തില്ലേ, ലിപ്സ്റ്റിക് ഇടാൻ ഒരു മൂഡ് കാണത്തില്ലേ, പക്ഷെ എന്തെങ്കിലും ഒരു കളർ വേണം ലിപ്സിൽ, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ല എന്ന് കരുതുന്നവർക്ക്, എളുപ്പപ്പണി വേണ്ടവർക്ക്, പൈസ ലാഭിക്കേണ്ടവർക്ക് പറ്റിയ ഒരു സാധനമാണിത്. അപ്പോൾ ഇത് നമ്മുടെ ഈ ട്യൂബിൽ നിന്ന് ഇങ്ങനെ സ്ക്വീസ് ചെയ്തെടുത്ത്, കണ്ട നല്ലൊരു, കാണുമ്പോൾ വലിയ ഇടിവെട്ട് പിങ്കായിട്ട് തോന്നും, പക്ഷേ ലിപ്സ് വരുമ്പോൾ നല്ല സെറ്റ്
ബെസ്റ്റ് സാധനം കേട്ടോ. കാണിച്ചതാ. ഓ എൻ്റെ അമ്മേ, കണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാ ഞാൻ പറഞ്ഞേ, ഈ ട്യൂബ് കാണുമ്പോൾ ഭയങ്കര കളർ തോന്നും, പക്ഷെ ലിപ്സ് വരുമ്പോൾ കണ്ടില്ലേ നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക് അല്ലേ ഇത്, ഒരു ബാർബി പിങ്ക്. ഇതിൻ്റെ മാക്സിമം പിഗ്മെൻറ്റ് കാണിക്കാനാണ് ഞാൻ ഇത്രയും വാരിത്തേക്കുന്നത് ഗൈസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലിപ് ബാം ഞാൻ പിശുക്കി ഉപയോഗിച്ചിട്ടുണ്ട്. ലിപ് ബാമാണിത്, കണ്ട നോക്കിയേ. ഒരു അടിപൊളി ഒരു നല്ലൊരു വെൽവെറ്റ് ബ്ലഡ് എന്നാൽ മാറ്റായിട്ടുള്ളൊരു ലിപ്പ. കാണുന്നുണ്ടോ നിങ്ങൾ? സി സി സി, ദിസ് ഇസ് ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ അല്ലേ? ഇത്ര അടിപൊളി സാധനം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടോ? തീർച്ചയായിട്ടും വാങ്ങണം. നല്ലൊരു അടിപൊളി പിങ്ക്. ഇപ്പം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഞാൻ ഈ സാധനം ഇത്ര ഉപയോഗിക്കുന്നതെന്ന്? നല്ല കംഫർട്ടബിളാണ്, മാറ്റ് ഫിനിഷാണ്, നല്ല കളർ പേ ഓഫാണ്. പിന്നെ ഇത് ലിപ് ബാമാന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കും. ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ മാറ്റ് ആയിട്ട് നമ്മുടെ ലിപ്സിനെ ഡ്രൈ ആക്കണം, പക്ഷെ അല്ല, ഇത് നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. അതാണ് ഇവരുടെ ഒരു എന്താ പറയുക അക്കംപ്ലിഷ്മെൻറ്റ് നിക്സിൻ്റെ. നിക്സ് ഓൾവേസ് ബ്രിങ് വെറൈറ്റി സ്റ്റഫ്. അങ്ങനെ നമ്മുടെ ലിപ് സ്വാച്ച് ഏകദേശം കഴിയാറായി. ഇനി ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓപ്ഷൻ ഞാൻ വെച്ചേക്കുന്നത് ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. അയ്യോ, ഇതൊക്കെ തൂത്ത് കളയുമ്പം നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം ഇതൊക്കെ നമ്മൾ വലിയ ട്രഷർ പോലെ വെച്ചേക്കാണ്, അധികമൊന്നും ഉപയോഗിക്കാതെ. ചുണ്ടിന്ന് ഇനി നമുക്ക് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ്. ഇതൊരു ഫേമസ് ബ്രാൻഡൊന്നുമല്ല. ഇവിടെ ഞാനൊരു ബ്യൂട്ടി സ്റ്റോറിൽ ഒരു ചീപ്പായിട്ടൊരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ് തപ്പിയതാണ്. ആദ്യമേ ഞാൻ ബെനറ്റിൻ്റെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബെനറ്റിൻ്റെ എപ്പോഴും വാങ്ങിക്കുന്ന നിങ്ങൾക്കറിയാമല്ലോ നല്ല കോസ്റ്റ്ലി അല്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ ചീപ്പർ വെർഷൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കളക്ഷൻ കോസ്മെറ്റിക്സിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് സ്റ്റെയിൻ. അപ്പം ഇതിൻ്റെ ഷെയ്ഡ് പോപ്പി. ഗൈസ് കണ്ടോ, ഒരു നല്ലൊരു കോറലിഷ്, ഒരു പീച്ചി, എന്തു ഇപ്പം പറയണ്ടേ, നല്ലൊരു കളർ, ഒരു വെറൈറ്റി കളർ. ഇനി ഇത് നമ്മുടെ ബ്ലഷ് ഇട്ടിട്ട് കാണിക്കവേ. ഓ നോ, യാ, ഒരു ചെറിയ ഗ്ലോ തരുന്നുണ്ട്. കുറച്ചുകൂടി ഇട്ട് കാണിക്കണം. ഓ ഗോഡ്, ദാറ്റ്സ് ടു മച്ച്. എന്തിനാ ഒരു സൈഡിൽ മാത്രം അടിച്ച് ചുമപ്പിച്ച് വെക്കുന്നത്? രണ്ട് സൈഡും കൂടെ അടിച്ച് ചുമപ്പിച്ച് വെക്കാം. ഓ വാവ്, ലുക്ക് അറ്റ് ദാറ്റ് ഗ്ലോ. നോക്കൂ, ആ ചുമന്ന് തുടുത്തിരിക്കുന്ന കവളിലേക്ക് നോക്കൂ ഗൈസ് നിങ്ങൾ. നല്ല ഡ്യൂയി ഫ്രഷ് ഒരു ഗ്ലോ കിട്ടുന്നില്ലേ? അപ്പോൾ നോക്കിയേ, ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ് ഇൻ ദ ഷെയ്ഡ് പോപ്പി ഫ്രം കളക്ഷൻ കോസ്മെറ്റിക്സ്. അപ്പം ഇതാണ് ഒരു കണക്കിന് പറഞ്ഞാൽ ഞാൻ ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം ബ്ലഷ്, ലിപ്സ്റ്റിക് 2-in-1 പ്രൊഡക്റ്റ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അങ്ങനത്തെ സാധനം ആയിരിക്കില്ല എപ്പോഴും യാത്രയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ ഡെയിലി വെയറിനും കരുതുന്നത്. അപ്പം ഇതും ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. കാരണം ഈ ബ്രാൻഡ് ഇതിവിടെ UK കിട്ടുന്ന ഒരു ബ്രാൻഡാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വാനിറ്റിയിൽ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ് വെക്കുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം കുറേ പരിപാടികൾ ഒരു കാര്യം കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാമല്ലോ. ബ്ലഷ്, ലിപ്സ്റ്റിക്ക് എല്ലാം കൂടെ നമുക്ക് ചെയ്ത് തീർക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ലിപ്സ്റ്റിക്, നോട്ട് ലിപ്സ്റ്റിക് സീരീസ്, ദ ലിപ് പ്രൊഡക്റ്റ് സീരീസ്. അപ്പോൾ എങ്ങനെയാണ്
വൈൻഡപ്പ് ചെയ്താലോ? ബൈ.